3 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ റെയിൽവേ NTPC ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. കാറ്റഗറി നമ്പർ 06/2025. നമുക്ക് ഈ സെഷനിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം. ഏജ് ലിമിറ്റ് എത്രയാണ്, ക്വാളിഫിക്കേഷൻ ഏതാണ്, ഏറ്റവും നല്ല പോസ്റ്റ് ഏതാണ്, ദെൻ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും, CBT1 CBT2 ഏതിനൊക്കെയാണ് ടൈപ്പിംഗ് സ്കിൽസ് വേണ്ടത്, അങ്ങനെ അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് വരും, അങ്ങനെ ഫുൾ കാര്യങ്ങൾ നമുക്ക് ഈ സെഷനിൽ നമുക്ക് മനസ്സിലാക്കാം. സോ തുടങ്ങാം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അതിനു മുമ്പായിട്ട് നമ്മുടെ പുതിയ ചാനലാണ് SSC RRB നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കാരണം നമ്മുടെ സൂപ്പർ നോട്ട്സ് ഇന്ന് സെപ്പറേറ്റ് ആയിട്ട്, അതായത് നമ്മുടെ പഴയ ചാനൽ ഇനി മുതൽ PSC നോട്ടിഫിക്കേഷൻസും ദേവസ്വം നോട്ടിഫിക്കേഷൻസും മാത്രമേ കവർ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലും ആ അപ്ഡേറ്റ് ആദ്യം കിട്ടണമെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. മാത്രമല്ല നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കുക. എന്തിനു വേണ്ടി ഞാനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇതാണ്. എന്ത് സെൻട്രൽ അപ്ഡേറ്റ്സ് ആയാലും ഫസ്റ്റ് വരുന്നത് ഈ ചാനലിലായിരിക്കും. നിങ്ങളറിയാതെ ഒരു ലാസ്റ്റ് ഡേറ്റ് മിസ്സാവത്തില്ല, നിങ്ങളറിയാതെ ഒരു നോട്ടിഫിക്കേഷൻ മിസ്സാവത്തില്ല, നിങ്ങളറിയാതെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ എന്തും ആദ്യം അറിയാനായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ജസ്റ്റ് പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കും. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അപ്പൊ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത് CN നമ്പർ 06/2025, സെൻട്രൽ എംപ്ലോയ്മെന്റ് നമ്പർ 06/2025. ഏത് നോട്ടിഫിക്കേഷൻ ആണ്? റെയിൽവേ NTPC ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ അവിടെ നോട്ടിഫിക്കേഷൻ വരുന്നത് 21/10/2025, അതായത് ഒക്ടോബർ 21 നോട്ടിഫിക്കേഷൻ എന്താ വരാൻ പോവുകയാണ്. 3 ദിവസങ്ങൾ മാത്രം. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അടുത്ത മാസം, അതായത് നവംബർ 20 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. നോക്കുക എത്ര പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 1, 2, 3, 4, 5, 6 പോസ്റ്റുകളിലേക്കാണ് ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. 6 പോസ്റ്റുകൾ. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഇത് രണ്ടും ലെവൽ 6 പോസ്റ്റ് ആണ്. ലെവൽ 6 പോസ്റ്റ് എന്ന് പറഞ്ഞാൽ RRB JE ഒക്കെ അല്ലേ, ആ സെയിം പോസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട് കം ടൈപ്പിസ്റ്റ്, ദെൻ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇത് ലെവൽ 5 പോസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് ലെവൽ 4 പോസ്റ്റ് ആയിട്ട് ട്രാഫിക് അസിസ്റ്റന്റും ഉണ്ട്. അങ്ങനെ 6 പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ ഈ ഒക്ടോബർ 21 വരാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ സാലറി നോക്കുകയാണെങ്കിൽ ലെവൽ 6 പോസ്റ്റ് ആണെങ്കിൽ സാലറി 35,400 ആണ് സാലറി. മക്കളെ ഈ സാലറി നോക്കണ്ട, അടുത്ത വർഷം 2026 ഫസ്റ്റ് മുതൽ പുതിയ പേ കമ്മീഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും മികച്ച സാലറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് ബേസിക് പേ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 50,000 പ്ലസ് ഒക്കെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, അതായത് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഞാൻ ആവറേജ് പറയുകയാണെങ്കിൽ HRA DA ഫസ്റ്റ് 0 ആയിരിക്കും, എന്നാലും HRA ബാക്കി ആനുകൂല്യങ്ങളെല്ലാം ചേർത്ത് വരുമ്പോൾ ഒരു 55,000 പ്ലസ് അല്ലെങ്കിൽ 60,000 ആ റേഞ്ചൊക്കെ നിങ്ങൾക്ക് സാലറി പ്രതീക്ഷിക്കാൻ പറ്റുന്ന അടിപൊളി പോസ്റ്റ് NTPC ഗ്രാജുവേറ്റ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അവിടെ ഏജ് ലിമിറ്റ് എങ്ങനെയാ വരുന്നത്? ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ 36 എന്ന് പറഞ്ഞത് എനിക്ക് തെറ്റുപറ്റിയതാണ്. കാരണം കഴിഞ്ഞ NTPC ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ കോവിഡിന്റെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനിൽ കോവിഡിന്റെ ഏജ് റിലാക്സേഷൻ ഇല്ല. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. എത്ര വേക്കൻസി കിടപ്പുണ്ട്? 5,800 വേക്കൻസി. 5,800 വേക്കൻസിയുമായിട്ട് നോട്ടിഫിക്കേഷൻ എത്താൻ പോവുകയാണ്. അത് കഴിഞ്ഞ് അണ്ടർ ഗ്രാജുവേറ്റ് നോക്കുകയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റിന്റെ കാറ്റഗറി നമ്പർ 07/2025 ആണ്. ദെൻ NTPC അണ്ടർ ഗ്രാജുവേറ്റ് അവിടെ നോക്കുക, അവിടെ ലെവൽ 3 പോസ്റ്റ് ആയിട്ട് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്. ലെവൽ 2 പോസ്റ്റ് ആയിട്ട് 2 പോസ്റ്റുകളുണ്ട്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും. അങ്ങനെ 2 പോസ്റ്റുകൾ ലെവൽ 2 പോസ്റ്റുകളൊക്കെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അവിടെ 21,700 ആണ് നിലവിലെ പേ സ്കെയിൽ വെച്ച് സാലറി വരുന്നത്. നോക്കണ്ട, പുതിയ പേ കമ്മീഷൻ വരുമ്പോൾ മികച്ച സാലറി ആയിരിക്കും. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഒരിക്കലും സാലറിയുടെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. എന്ന് വെച്ചാലും ലെവൽ 1 പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും താഴെയുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ലെവൽ 1 പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ പുതിയ പേ കമ്മീഷൻ വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 45,000 ആ റേഞ്ചൊക്കെ സാലറി മേടിക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയാം? അപ്പൊ അവിടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എടുക്കുകയാണ്. അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കയറുന്ന ഒരാൾ ആദ്യം മേടിക്കുന്ന സാലറി ഒരു 40,000 ആ റേഞ്ച്, അത്രയും പോലും ഇപ്പൊ കിട്ടത്തില്ല, ആ റേഞ്ച് ആയിരിക്കും സാലറി മേടിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ലെവൽ 1 പോസ്റ്റിന് ഏറ്റവും താഴെയുള്ള പ്യൂൺ പോസ്റ്റിന് പോലും, പ്യൂൺ ഒന്നല്ല ലെവൽ 1 എന്നാണ് നമ്മൾ പറയുന്നത്, ആ പോസ്റ്റിന് പോലും അടുത്ത പേ കമ്മീഷൻ വരുമ്പോൾ 40,000 പ്ലസ് സാലറി ഉറപ്പായിട്ടും കൈ കിട്ടും. ഓക്കെ, അപ്പോൾ മികച്ച സാലറി അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ സാലറി ഒരു ക്വസ്റ്റ്യനേ അല്ല, മികച്ച സാലറിയാണ്. അത് കഴിഞ്ഞ് അടുത്ത ബാക്കി അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് അണ്ടർ ഗ്രാജുവേറ്റ് ഏജ് ലിമിറ്റ് വരുന്നത്. അവിടെ 3,050 വേക്കൻസി ഉണ്ട്. 3,050 വേക്കൻസി. ഓക്കെ, അപ്പൊ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 28/10/2025 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒക്ടോബർ 10 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്ലൈ ചെയ്യാനുള്ള ഒക്ടോബർ 10 അല്ല, ഒക്ടോബർ 28 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ 27 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അവിടെ ഏജ് ലിമിറ്റ് എത്രയാണ്? ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ
മുതൽ 30 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ NDPC ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, രണ്ടിനും OBC നോക്കുകയാണെങ്കിൽ അവിടെ 3 വർഷം ഇളവുണ്ട്. അതായത് ഗ്രാജുവേറ്റ് ആണെങ്കിൽ OBCക്ക് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും, അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ SC ST ആണെങ്കിൽ അവിടെ 5 വർഷം ഇളവ് കിടപ്പുണ്ട്. അതായത് ഗ്രാജുവേറ്റ് NDPC ഗ്രാജുവേറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ SC ST ആണെങ്കിൽ 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞ് അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അവിടെ വേക്കൻസി നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അതായത് കഴിഞ്ഞ 2 നോട്ടിഫിക്കേഷന്റെ വേക്കൻസി നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് ഗ്രാജുവേറ്റ് എടുക്കുകയാണെങ്കിൽ നോക്കി, ഗ്രാജുവേറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ വേക്കൻസി ഇപ്പൊ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. അതായത് നോക്കുക, ഗ്രാജുവേറ്റ് 2019 24,678 വേക്കൻസി ഉണ്ടായിരുന്നു. 2024-25 8,113 വേക്കൻസി ഉണ്ടായിരുന്നു. 25-26 നോക്കുകയാണെങ്കിൽ 5,800 വേക്കൻസി. അതായത് 24,000 കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ 8,000, ഇപ്പൊ എത്രയാണ്? 5,800 വേക്കൻസിയാണ്. അത് കഴിഞ്ഞ് NDPC അണ്ടർ ഗ്രാജുവേറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 2019 നോക്കുകയാണെങ്കിൽ 10,603 വേക്കൻസി ഉണ്ടായിരുന്നു. ദെൻ 2024-25 ഇപ്പൊ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ 3,445 വേക്കൻസി ഉണ്ട്. നിലവിൽ എത്രയാണ്? 3,050 വേക്കൻസിയാണ് നിലവിലുള്ളത്. 3,050 വേക്കൻസി. സോ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 2019 35,281 വേക്കൻസി, 2024 11,552 വേക്കൻസി, 58 വേക്കൻസി, 2025-26 8,850 വേക്കൻസിയാണ് ടോട്ടൽ ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും കൂടെ ചേർന്ന് വരുന്നത്. അപ്പൊ അവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊക്കെ ഇപ്പൊ ചിന്തിക്കും, അയ്യോ വേക്കൻസി കുറവല്ലേ, കഴിഞ്ഞ തവണത്തെക്കാളും വേക്കൻസി കുറവല്ലേ, ഞാൻ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് ചിന്തിക്കുന്നത്. മക്കളെ, എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ 100 വർഷം കൊണ്ട്, കഴിഞ്ഞ 100 വർഷം എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. 1900 എടുക്കാം. 1900 മുതൽ 2024 വരെ മനുഷ്യരാശി നേടിയ എല്ലാ പുരോഗതികളും, അങ്ങനെ തന്നെ ഞാൻ പറയാം, 1900 മുതൽ 2024 വരെ മനുഷ്യരാശി നേടിയ എല്ലാ പുരോഗതികളും അടുത്ത 5 വർഷം കൊണ്ട് മനുഷ്യൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റും. അതായത് ഒന്ന് ആലോചിച്ച് നോക്കേ, 1000 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിലെ വളർച്ച 1900 മുതൽ 2000 വരെ 100 വർഷം കൊണ്ട് മനുഷ്യരാശിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ശരിയല്ല? നിങ്ങൾ ടെക്നോളജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കേ. കഴിഞ്ഞ 1000 വർഷങ്ങൾ കൊണ്ട് മനുഷ്യരാശി നേടിയ മൊത്തം ഒരു പുരോഗതി 1900 മുതൽ 2025 വരെയുള്ള മനുഷ്യന്റെ പ്രവൃത്തി മൂലം മനുഷ്യന് കിട്ടിയിട്ടുണ്ട്. ശരിയല്ല? നിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. അതേപോലെയാണ് 1900 മുതൽ 2024 വരെയുള്ള 124 വർഷത്തെ മനുഷ്യരാശിയുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് 2024 മുതൽ 29 വരെ മനുഷ്യർ അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് അങ്ങോട്ട് പോകുമ്പോൾ ഇനി അങ്ങോട്ട് ടെക്നോളജിക്കലിയാണ് ഫുള്ള് മാറാൻ പോകുന്നത്. അവിടെ AI വരും, ഒരുപാട് കാര്യങ്ങൾ വരും, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പൊ അവിടെ ടെക്നോളജി കൂടുമ്പോൾ ഹ്യൂമൻ പവർ ഉറപ്പായിട്ടും കുറയും. സോ ഇപ്പോ ഇത്രയും വേക്കൻസി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഈ വേക്കൻസി പോലും കാണത്തില്ല. കാര്യം ഞാൻ സിമ്പിളി നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാനായിട്ടൊന്ന് കണക്ട് ചെയ്യണം. ഇപ്പൊ GST വന്നപ്പോ എക്സൈസിലെ വേക്കൻസി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നന്നായിട്ട് കുറഞ്ഞു. കാര്യം പിന്നെ അങ്ങോട്ട് ചെക്ക് പോസ്റ്റുകളുടെ ആവശ്യമില്ല. എന്തെങ്കിലും ഡ്രഗ്സ് എന്തെങ്കിലും കടത്തുന്നുണ്ടോ അത് നോക്കേണ്ടി മാത്രമേ ആവശ്യം അവിടെ വരുന്നുള്ളൂ. അപ്പൊ അവിടെ വേക്കൻസി എന്ത് ചെയ്യും? കൊണ്ടം കുറയും. ഇനി അതും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, നിങ്ങൾ KSEBില് ബില്ലടയ്ക്കാൻ പോയിട്ടുണ്ടോ? BSNL ബില്ലടയ്ക്കാൻ നിങ്ങൾ പോയിട്ടുണ്ടോ? പണ്ട് കരം തീർത്ത റെസീപ്റ്റഡ് ആയിട്ട് പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും നിങ്ങൾ പോയിട്ടുണ്ടോ? ഉറപ്പായിട്ടും പോയിട്ടുണ്ട് അല്ലെ? ഒരു 5 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതെല്ലാം ഫിസിക്കലി ഒരു ഉദ്യോഗസ്ഥൻ നമുക്ക് തരുന്ന സാധനങ്ങളായിരുന്നു. അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിൽ പോവേണ്ട ഒരാവശ്യം ആർക്കുണ്ട്? ഒരു മനുഷ്യനുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങളിപ്പോ KSEBിയുടെ ബില്ലടയ്ക്കുന്നത് ഓഫീസിൽ കൊണ്ടു കൊടുത്തിട്ടാണോ? അല്ല. അതേസമയം BSNL ബില്ലടയ്ക്കുന്നത് ഓഫീസിൽ കൊണ്ടു കൊടുത്തിട്ടാണോ? അല്ല. ഒരു കെട്ടിടത്തിന്റെ പെർമിറ്റ് മേടിക്കാൻ പോകുന്നത് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ടാണോ? അല്ല. കരം തീർത്ത രസീതിനായിട്ട് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോവാറുണ്ടോ? ഇല്ല. എല്ലാം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും അല്ലെ? ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഒരു മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ഒരു ആപ്പിലോ അല്ല എങ്കിൽ ഒരു കമ്പ്യൂട്ടറിലോ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മൊത്തം തീർക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി അങ്ങോട്ട് ഹ്യൂമൻ പവറിന്റെ ആവശ്യം വരുന്നുണ്ടോ? ഇല്ല, ഹ്യൂമൻ പവറിന്റെ ആവശ്യം വരുന്നില്ല. അത് ഈ മേഖലയിൽ മാത്രമല്ല, ഏതൊരു മേഖല നമ്മൾ നോക്കിയാലും അവിടെ ഇനി അങ്ങോട്ട് വേക്കൻസി കുറയത്തുള്ളൂ മക്കളെ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഏറ്റവും നല്ല അവസരം. ഇത്രയും വേക്കൻസിൽ നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് ജോലി കിട്ടാൻ എത്ര വേക്കൻസി മാത്രം മതി? ഒരു വേക്കൻസി മാത്രം മതി.
ഇപ്പം റെയിൽവേ എക്സാം നോക്കുകയാണെങ്കിൽ JEE എക്സാം എടുക്കുകയാണ്. JEE എക്സാമിന് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ഏറ്റവും അധികം കോമ്പറ്റീഷൻ ഉള്ള എക്സാമാണ്. അവിടെ നമ്മുടെ കുട്ടികൾ, നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആദ്യത്തെ കുട്ടികൾ 55+ ആൾക്കാർ സർവീസിലേക്ക് കയറി. നെക്സ്റ്റ് വീക്ക് അവരുടെ മീറ്റപ്പ് ആണ്. അപ്പൊ ഇത്രയും ആൾക്കാർ സർവീസിലേക്ക് കയറി. കോമ്പറ്റീഷൻ അവർ എന്ത് ചെയ്തു? നന്നായിട്ട് പഠിച്ചു സർവീസിലേക്ക് കയറി. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും പറ്റത്തില്ലേ? ഉറപ്പായിട്ടും പറ്റും. എന്ത് ചെയ്താൽ മാത്രം മതി? ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സ്, ജോലി എടുക്കാൻ കഴിവുള്ള ഒരു മനസ്സ്, എഫേർട്ട് എടുക്കാൻ ഒരു മനസ്സ്, അത് മാത്രം നിങ്ങൾക്ക് മതി. എക്സാമിന് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്? ഇപ്പോൾ വേക്കൻസി ഇല്ലാന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരോട് തിരിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക, ഇതാണ് യാഥാർത്ഥ്യം കേട്ടോ. അപ്പോൾ ഇവിടെ NTPCയുടെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത്? NTPCയുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് 5 ഘട്ടങ്ങളിലായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത്. ഒന്ന്, നിങ്ങൾക്കൊരു CBT 1 എക്സാം ഉണ്ടാവും. CBT 1 എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിലിംസ് എക്സാം പോലെയൊക്കെ ഒരു CBT 1 എക്സാം ഫസ്റ്റ് കാണാം. ആ CBT 1 ക്വാളിഫൈ ചെയ്യുന്നവർക്ക് CBT 2 എക്സാം കാണാം. അത് കഴിഞ്ഞ് ചില പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് സ്കില്ല് വേണം. ഞാനത് പറഞ്ഞുതരാം. ചില പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് സ്കില്ല് വേണം, ചില പോസ്റ്റുകൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് അവസാനം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് മൊത്തം വെരിഫൈ ചെയ്യും. അതിനുശേഷം മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആണോ നോക്കും. അങ്ങനെ 5 ഘട്ടങ്ങളിലൂടെയാണ് സെലക്ഷൻ നടക്കാൻ പോകുന്നത്. ഇനി നോക്കിയേ ഏതൊക്കെ പോസ്റ്റുകൾക്ക് എങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ഇപ്പോൾ ഗുഡ്സ് ട്രെയിൻ മാനേജർ എടുക്കുകയാണ്. ഞാനിപ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ ഫസ്റ്റ് പറയാം. ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളുടെ ഗുഡ്സ് ട്രെയിൻ മാനേജർ നോക്കുകയാണെങ്കിൽ അവിടെ CBT 1 എക്സാം ഉണ്ട്, CBT 2 എക്സാം ഉണ്ട്, ബാക്കിയൊന്നുമില്ല. CBT 1 ഉം CBT 2 ഉം മാത്രം. അതിനുശേഷം സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ അവിടെ CBT 1 എക്സാം ഉണ്ട്, CBT 2 എക്സാം ഉണ്ട്, മാത്രമല്ല ടൈപ്പിംഗ് സ്കില്ലിന്റെ ടെസ്റ്റും കൂടെ ഉണ്ട്. അതേപോലെ തന്നെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ അവിടെ CBT 1 എക്സാം ഉണ്ട്, CBT 2 എക്സാം ഉണ്ട്, അതേപോലെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും ഉണ്ട്. അത് കഴിഞ്ഞ് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ. ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണെങ്കിലും അവിടെ 2 എക്സാം മാത്രമേ വരുന്നുള്ളൂ. CBT 1 ഉം CBT 2 ഉം മാത്രമേ വരുന്നുള്ളൂ. ദെൻ സ്റ്റേഷൻ മാസ്റ്റർ നോക്കുകയാണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്ററിന് എന്തൊക്കെയുണ്ട്? CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്, പിന്നെ CBAT ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ട്. അതായത് സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്, പുള്ളി മെന്റലി ഫിറ്റ് ആണോ എന്ന് അതിനുള്ള സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് NTPC ഗ്രാജുവേറ്റിന്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. ഇനി അത് കഴിഞ്ഞ് NTPC അണ്ടർ ഗ്രാജുവേറ്റ് നോക്കുകയാണെങ്കിൽ NTPC അണ്ടർ ഗ്രാജുവേറ്റിന് 2 പോസ്റ്റുകൾ, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റും, ഈ 2 പോസ്റ്റുകൾക്ക് CBT 1 എക്സാം ഉണ്ട്, CBT 2 എക്സാം ഉണ്ട്, ടൈപ്പിംഗ് സ്കിൽ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് ട്രെയിൻസ് ക്ലർക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ട്രെയിൻസ് ക്ലർക്ക് ആയിക്കോട്ടെ, കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആയിക്കോട്ടെ, ഈ 2 പോസ്റ്റുകൾക്ക് CBT 1 ഉം CBT 2 മാത്രമേ വരുന്നുള്ളൂ. CBT 1 ഉം CBT 2 മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ല. ഇനി എങ്ങനെയാണ് എക്സാം പാറ്റേൺ വരുന്നത്? എക്സാം പാറ്റേൺ വരുന്നത് 100 മാർക്കിനാണ് CBT 1 വരുന്നത്. അതായത് NTPC ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, NTPC അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, 100 മാർക്കിനാണ് CBT 1 വരുന്നത് കേട്ടോ. അപ്പൊ അവിടെ GK 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്, മാത്സ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, റീസണിങ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. 1.5 മണിക്കൂറാണ് എക്സാമിന്റെ സമയം, 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. അതേസമയം CBT 2ലേക്ക് പോകുമ്പോൾ CBT 2 എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, CBT 1 ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്, അല്ലാതെ അതിന്റെ മാർക്ക് ഒരിക്കലും ഫൈനലി കൗണ്ട് ചെയ്യത്തില്ല. CBT 1 ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രം. ഓക്കെ, അപ്പൊ CBT 2ലേക്ക് പോകുമ്പോൾ അവിടെ GK 50 മാർക്കാണ്, മാത്സ് 35 മാർക്ക്, റീസണിങ് 35 മാർക്ക്, ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് 120 മാർക്ക്. 1.5 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. ഇങ്ങനെയാണ് എക്സാം പാറ്റേൺ വരുന്നത്. ക്ലിയർ അല്ലേ? ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നു, നമുക്ക് അടുത്ത വർഷം ഇതല്ല, ഇപ്പം NTPC ഒക്കെ നടന്ന സമയത്ത് നമുക്ക് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. സോ പ്രിപ്പറേഷൻ ആയിട്ട് സമയം മുമ്പിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അതായത് SSC CGL എക്സാമിനെക്കാളും CHSL എക്സാമിനെക്കാളും ക്രാക്ക് ചെയ്യാൻ എളുപ്പം ഇതാണ് റെയിൽവേ എക്സാംസ് ആണ്. അവിടെ UPS ആണ് വരുന്നത്. സോ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട്. ഓരോ വർഷം കഴിയും തോറും നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്തായാലും അതൊരിക്കലും അവസാനിക്കാൻ പോകുന്ന ഒരു സാധനമല്ല. സോ ജോബ് അവിടെ സെക്യൂർ ആണ്. UPS പെൻഷൻ വരുന്നുണ്ട്, എല്ലാ ആനുകൂല്യങ്ങളും കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്രിപ്പറേഷൻ ആണ്, ഉറച്ച മനസ്സാണ്, ഉറച്ച തീരുമാനങ്ങൾ അത് നടപ്പിലാക്കാനുള്ള ഉറച്ച മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. നമ്മൾ സൂപ്പർ നോട്ട്സ് ഈ വരുന്ന നവംബർ 1 നമ്മളൊരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച്, അതായത് CBT 1 കം CBT 2 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. CBT 1 പ്ലസ് CBT 2 ബാച്ച് നമ്മൾ ഈ നവംബർ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം. 8281223366 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. 250 പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാം വരെ കട്ടയ്ക്ക് സപ്പോർട്ട് നമ്മൾ കാണും. അപ്പൊ നമ്മൾ ഈ പറയുന്നത് എക്സാം വരെ കട്ടയ്ക്ക് സപ്പോർട്ട് കാണും എന്ന് പറയുന്നത്, കഴിഞ്ഞ നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ NTPC ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. എക്സാം വരെ CBT 2 എക്സാം വരെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തു, റിവിഷൻ കൊടുത്തു, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കൊടുത്തു, നോട്ട് കൊടുത്തു, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൊടുത്തു, എല്ലാ ക്വസ്റ്റ്യൻസും കൊടുത്തു. അവരെ നമ്മൾ കട്ടയ്ക്ക് കൂടെ നിർത്തി. അപ്പൊ അതേപോലെ ഇനി നിങ്ങൾക്കും അങ്ങനെ തന്നെ നമ്മൾ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. എന്നിട്ട് നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോക്കോ. നമുക്കപ്പോൾ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.
താങ്ക്സ്.